ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനെ, മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങുന്ന വഴി ചായ കുടിക്കാനായിട്ട് ഞാനൊരു കോഫി ഷോപ്പിൽ കയറിയതാ. അവിടെ വിക്രമും ജഗനും ഉണ്ടായിരുന്നു. എന്നെ അവർ കണ്ടില്ല. വിക്രം ജഗനെ അപകടത്തിലാക്കാൻ വേണ്ടി നിയമവിരുദ്ധ കച്ചവടങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നും കേൾക്കാത്തവനെ പോലെ മിണ്ടാതിരുന്നു. പക്ഷേ വിക്രം ജഗനെ ജയിലിലാക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നെന്ന് കണ്ടപ്പോ ഞാൻ വിക്രമിനോട് ജഗനെ ചതിക്കരുതെന്ന് പറഞ്ഞു. വിക്രം കേട്ടില്ല. വിക്രം ക്രിമിനലാണ്. വിക്രമിനോട് കൂട്ടുകൂടരുതെന്ന് ഞാൻ ജഗനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ വന്ദന കിടന്ന പോലെ ചെയ്യാത്ത കുറ്റത്തിന് വിക്രം ജഗനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞപ്പോ വിക്രം എന്നെ തല്ലി. വിക്രം തല്ലിച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. പക്ഷേ ജഗനും കൂടി തല്ലിയപ്പോ ഞാനാകെ തകർന്നു പോയി. പ്രകാശോട് പറയുന്നൊക്കെ സത്യമാണോ? ഞാനെന്തിനാ മോളെ നിന്നോട് കള്ളം പറയുന്നത്? നമ്മുടെ വർഷയെ കൊന്നവനോടാ ജഗനിപ്പോ കൂട്ടുകൂടിയിരിക്കുന്നത്. ഞാനിവിടെ വന്നത് ജഗൻ എന്നെ തല്ലിയെന്ന് പറയാനല്ല. ആ ക്രിമിനലുമായിട്ടുള്ള കൂട്ടുകെട്ടിന്ന് എങ്ങനെയെങ്കിലും ജഗനെ പിന്തിരിപ്പിക്കണമെന്ന് പറയാനാ. ഞാൻ പോവാ. പ്രകാശേട്ടൻ ഇവിടെ ഇരിക്കും. വേണ്ട മോളെ, ജഗനിപ്പോ വരും. എന്റെ കൂടപ്പറപ്പുകളുടെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളാൻ എനിക്ക് വയ്യ. എന്റെ ആങ്ങളെ തല്ലിയവൻ ആരായാലും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ ഇറങ്ങാം മോളെ. ചേച്ചി, ജഗൻ ഒരിക്കലും പ്രകാശിനെ തല്ലരുതായിരുന്നു. പ്രായമെങ്കിലും നോക്കണ്ടേ? പാവം, ആകെ മനസ്സ് തകർന്നാ പോയിരിക്കുന്നത്.